യേശു എന്നൊരാൾ ജീവിച്ചിരുന്നിട്ടില്ല എന്നത് വേറെ കാര്യം, അത് മിഥ്യയാണ്. ചരിത്രം പഠിച്ചവർക്കറിയാം, ബൈബിളിന് പുറത്ത് മറ്റൊരു ചരിത്രരേഖയിലും യേശു ജീവിച്ചിരുന്നതായിട്ട് ഒരു രേഖ പോലുമില്ല. എന്നാൽ അക്കാലത്ത് സീസറുടെ കഥയുണ്ട്, അക്കാലത്തുള്ള മറ്റു പല പ്രമുഖരും കഥയുണ്ട്. യേശുവിന് മുൻപേ ജീവിച്ചിരുന്ന ബുദ്ധൻ്റെ ചരിത്രരേഖകളുണ്ട്. യേശുവിൻ്റെ മാത്രം ചരിത്രരേഖ എവിടെയുമില്ല. ഉണ്ടാക്കിയ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ കൃത്യമായി ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് യേശുവും ഒരു ഇന്ത്യൻ യോഗിയാണെന്ന് വരുത്തി തീർക്കുന്ന ചരിത്രം വിവരമില്ലാത്ത ആളുകൾ എഴുതിയ ഗ്രന്ഥങ്ങൾ വായിച്ച് വശംവദരാവരുത്. അതെ, ഇത് കുറേയൊക്കെ കണ്ടിട്ട് ഞാൻ ഇടയ്ക്കൊരു കാര്യം പറയട്ടെ, എന്നിട്ട് ഞാൻ ഇട്ടുതരാം. ഈ മലൻ ടി വിയിൽ മലം തുപ്പുന്ന നമ്പ്യാറിൻ്റെ കൂടെ ഈ ഡിബേറ്റിന് പോയിരിക്കുന്ന ഒരു സാമൂഹ്യ നിരീക്ഷകൻ എന്നാണ് ഈ പറഞ്ഞ വേട്ടാവളിനെ പറയപ്പെടുന്നത്. ഇവൻ്റെ കൂടെ അപ്പുറത്തിരുന്ന് അവർക്ക് വേണ്ടി ഘോര സപ്പോർട്ട് ചെയ്ത് പ്രസംഗിക്കുന്ന കാസാകൂസക്കാർക്കും ക്രിസംഗികളും ഇതൊക്കെ കണ്ടുവെക്കുന്നത് നല്ലതാണ്. ഇതുപോലെ പഞ്ഞിക്കിട്ട് കിട്ടും നിങ്ങൾക്ക്. ഇപ്പം നിങ്ങളെല്ലാവരും കൂടെ മുസ്ലിമിൻ്റെ മണ്ടക്കിട്ട് കൊട്ടിക്കൊണ്ടിരിക്കുക. അവന്മാരൊന്നും ഒതുങ്ങുന്ന സമയത്ത് അടുത്തത് കത്തോലിക്കരെ, അല്ല അടുത്തത് ക്രിസ്ത്യാനികളെ നിങ്ങളുടെയൊക്കെ മണ്ടക്കും അണ്ടിക്കോട്ട് കുത്തുവന്മാർ. ഇടയ്ക്കൊക്കെ പല ചാനലിലും അറിയാണ്ട് വന്ന് വാ പൊളിച്ച് പറഞ്ഞു പോകുന്നത്. ഇതിനേക്കാൾ വലിയ അടി നിങ്ങൾക്ക് കിട്ടാനുണ്ട് കേട്ടോ. ഈ നാട്ടിൽ മതസൗഹാർദ്ദം ഇല്ലാണ്ടാക്കി മുസ്ലിമിനെയും ഹിന്ദുവിനെയും ക്രിസ്ത്യനെയും തമ്മിലടുപ്പിച്ച് ഇവനെ പോലത്തെ തേള് ചാത്തന്മാരുണ്ടല്ലോ, ചെയ്യുന്ന പരിപാടികൾ ചെറുതൊന്നുമല്ല. ഇവിടുന്ന് മൊത്തം കേട്ട് നോക്ക്. പിന്നെ നമ്മുടെ പല നേതാക്കന്മാരും മുട്ടുകുത്തിയിട്ടും കിരീടം വെച്ചിട്ടും കുരുത്തോല കയ്യിൽ പിടിച്ചിട്ടും കഞ്ഞി കുടിച്ചിട്ടും നോമ്പ് കഞ്ഞി കുടിച്ചിട്ടും ഒക്കെ പല സ്ഥലത്തും കയറി പല നാടകം കാണിക്കും. ഇവനെ പോലത്തെ കടുത്ത സംഖ്യകൾ, കടുത്ത ഹിന്ദുത്വവാദികൾ ഉള്ളിൽ ഇമ്മാതിരി സംഭവം വെച്ചിട്ട് അവനൊക്കെ നടക്കുന്നത്. നമ്മൾ ഈ അടുപ്പിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ചുട്ടരിച്ച് കളയും ഇമ്മാതിരി സാധനങ്ങൾ നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞാൽ. ബാക്കിയുടെ കേക്ക് കാസ ക്രിസംഗി വാണങ്ങളായി കേക്ക്. വ്യാജനായ ചരിത്രത്തിലില്ലാത്ത ഒരു ക്രിസ്തുവിനെ ഹിന്ദു മഠങ്ങളിൽ വെച്ച് പൂജിക്കുന്നത് യാതൊരു അർത്ഥവുമില്ല. അത് ഗോവൻ ഇൻക്വിസിഷനേക്കാൾ അപകടമാണ്. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അടിമ ബോധം കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അവർ ആരാധിച്ചോട്ടെ, ക്രിസ്ത്യാനികളായവർ ക്രിസ്തുവിനെ ആരാധിച്ചോട്ടെ, ഹിന്ദുക്കൾ എന്തിനാണ് വീട്ടിൽ വെച്ച് ആരാധിക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. അല്ല, അങ്ങനെ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മുടെ കാളിയെയും നമ്മുടെ ഗണപതിയെയും നമ്മുടെ ശിവനെയും നമ്മുടെ കൃഷ്ണനെയും ക്രിസ്ത്യാനികൾ അവരുടെ വീട്ടിൽ വെച്ച് ആരാധിക്കാൻ തയ്യാറാവണം. അങ്ങനെയെങ്കിൽ മാത്രം നമുക്ക് ചെയ്യാം. അല്ലാതെ നമ്മൾ മാത്രം ഈ നട്ടൽ വളഞ്ഞ് ഇപ്പോൾ തുടങ്ങിയിട്ട് സഹസ്രാബ്ദങ്ങളായി അത് മാറ്റേണ്ടുന്ന സമയമാണെന്നാണ് ഞാൻ പറയുന്നത്. എന്തൊരു കാരുണ്യമാണല്ലേ ലോഹയിട്ട് അച്ഛന്മാരുടെയും അമ്മമാരുടെയും ഒക്കെ മതമെന്ന് അറിയപ്പെടുന്ന നമ്മുടെ സാംസ്കാരിക നായകന്മാർ സ്ഥിരമായി ചെരുപ്പ് നക്കുന്ന കത്തോലിക്ക സഭയുടെ ശരിയായ ചരിത്രം പഠിച്ചാൽ അത്യന്തം അപകടകരമായ, ആരെയും ആ വാടക കൊലയാളികളെ വെച്ച് കൊല്ലാൻ ശേഷിയുള്ള ഒരു ക്രൂരമായ നിന്ദ്യമായ മതപാരമ്പര്യവും ചരിത്രവും അവരുടെ പിന്നിലുണ്ട്. നമ്മൾ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ബ്രൗൺ ഉടുപ്പും അരയിൽ കയറും ഒക്കെ കെട്ടിയിട്ടുള്ള അച്ഛന്മാർ സമാധാനം പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരെക്കാൾ വിശുദ്ധരില്ലെന്ന്. ഇവരെക്കാൾ ക്രൂരന്മാർ, മനസ്സിൽ ക്രൗര്യം ഒളിപ്പിച്ചവർ, അന്യമതത്തെ പുച്ഛിക്കുന്നവർ, അന്യമതത്തെ സ്വീകരിക്കുന്നവരെ തൊലിയുരിച്ചു കളയാൻ മടിയില്ലാത്ത അത്ര നിന്ദ്യമായ നിന്ദയും മത ക്രൂരതയും കൊണ്ട് നടക്കുന്നവർ മറ്റാരുമില്ല. നമ്മുടെ പൂർവികരെ, നമ്മുടെ പിതാമഹന്മാരെ അവർ മതം ആചരിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം തൊലിയുരിച്ചവർ, കത്തിച്ചവർ, ഇവരെന്താണ് പറയേണ്ടത്? ഇന്നും സോഷ്യൽ മീഡിയയിൽ മാതൃഭൂമി പത്രമൊക്കെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ചില അച്ഛന്മാരുണ്ട്, കൈരളി ടി വി ഒക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുവരുന്ന ചില അച്ഛന്മാരുണ്ട്. ഇവരൊക്കെ ഈ പറഞ്ഞ ഹിന്ദു മതത്തെ നശിപ്പിക്കാൻ വേണ്ടി ഭാരതത്തിൽ വരികയും കൊങ്കിണികളെ വിശേഷിച്ചു വളരെ സാത്വികരായ